അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പാണ് അവർക്ക് പ്രധാനം. ഇറാഖിലെ സദ്ദാം ഹുസൈനെ അമേരിക്കയാണ് വളർത്തുന്നത്. ഇറാനെതിരെ പോരാടാൻ വേണ്ടി സദ്ദാം ഹുസൈനെ വളർത്തുന്നത്, ആയുധം നൽകി വളർത്തുന്നത് അമേരിക്കയാണ്. ഒരുപാട് വർഷങ്ങളുടെ നിരന്തരമായ യുദ്ധം കാരണം ഇറാൻ തകർന്നുപോയി, അതുപോലെ ഇറാഖും തകർന്നുപോയി. പിന്നെയോ പ്രിയപ്പെട്ടവരെ, സദ്ദാം ഹുസൈൻ പറഞ്ഞു, ഇനി മുതൽ ഞങ്ങളുടെ എണ്ണ വിൽപ്പന, എണ്ണയുള്ള കച്ചവടം, ഓയിൽ ട്രേഡിംഗ് യൂറോയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്, ഡോളറിൽ ഞങ്ങൾ ഓയിൽ കച്ചവടം ചെയ്യൂല എന്ന് പറഞ്ഞപ്പോ 3 വർഷം കഴിയുമ്പോഴേക്കും അവിടേക്ക് അമേരിക്ക എത്തി. സദ്ദാം ഹുസൈന്റെ കയ്യിൽ ആണവായുധങ്ങളുണ്ട്, ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ആയുധങ്ങളുണ്ട് എന്ന് പറഞ്ഞ് സദ്ദാം ഹുസൈനെ കീഴ്പ്പെടുത്തി. അവിടെയുള്ള എണ്ണ സോഴ്സുകളെ അമേരിക്ക കൈവശപ്പെടുത്തി. ഇതേപോലെ ലിബിയയിലെ മുഅമ്മർ അലി ഗദ്ദാഫി, ഏറ്റവും മനോഹരമായ രാജ്യമായിരുന്നു ഈ ലോകത്ത് ലിബിയ എന്ന് പറയുന്നത്. അവിടെ ദാരിദ്ര്യമുണ്ടായിരുന്നില്ല, അവിടെ എഡ്യൂക്കേഷൻ ഫ്രീ ആയിരുന്നു, വിദ്യാഭ്യാസം ഫ്രീ ആണ്, ഹെൽത്ത് ഫ്രീ ആണ്, ഹോസ്പിറ്റൽ ഫ്രീ ആണ്, ഒരാൾക്ക് പോലും സാമ്പത്തിക പ്രയാസമില്ലാതെ വളരെ മനോഹരമായ നാടായിരുന്നു അത്. ഒരിക്കൽ മുഅമ്മർ അലി ഗദ്ദാഫി പറഞ്ഞു, ഞങ്ങൾ ഇനി മുതൽ ഓയിൽ കച്ചവടം ചെയ്യുന്നത് ദീനാറിലൂടെയാണ് എന്ന്. അപ്പോഴേക്കും അവിടെ നാറ്റോ എത്തി മുഅമ്മർ അലി ഗദ്ദാഫിയെ അവിടെ ആക്രമിക്കുകയും ആ രാജ്യത്തെ പൂർണ്ണമായി തകർക്കുകയും ഗദ്ദാഫിയെ കൊല്ലുകയും എന്നിട്ട് എണ്ണ സോഴ്സ് അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഇപ്പൊ വെനിസ്വേലയിലേക്കും വെറുതെ എല്ലാ ആക്രമം അഴിച്ചുവിടുന്നത് പ്രിയപ്പെട്ടവരെ, ലോകത്തെ ഏറ്റവും ഓയിൽ സോഴ്സ് ഉള്ളത് വെനിസ്വേലയാണ്. അത് ഉൽപ്പാദിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല, കാരണം അമേരിക്കയുടെ ഉപരോധമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഡോളറിന്റെ നിരക്ക് വർദ്ധിക്കുന്നതും ലോകത്തുള്ള മുഴുവൻ ട്രേഡിങ്ങും ഡോളറിലാകണം. അതില്ലാതെ വന്നാൽ അതിന് ഭീഷണിയായാൽ അമേരിക്ക തടയും, അത് ഇന്ത്യയായാലും ഏത് രാജ്യങ്ങളായാലും. പക്ഷേ അമേരിക്കയുടെ ഈ കിരാതമായ ഭരണത്തിനെതിരെ, ഈ തോന്നിവാസത്തിനെതിരെ ഇവിടെ ഒരാളും സംസാരിക്കുന്നുണ്ടോ? യുക്തിവാദികള്, നിരീശ്വരവാദികള് അമേരിക്കയുടെ തോന്നിവാസത്തിനെതിരെ സംസാരിക്കുന്നുണ്ടോ? ഇറാനാണെങ്കിൽ അവിടെ തീവ്രവാദമുണ്ട് എന്ന് പറയാം, അഫ്ഗാനാണെങ്കിൽ അവിടെ തീവ്രവാദമുണ്ട് എന്ന് പറയും, ഇറാഖിലും പറയും. എന്നാൽ വെനിസ്വേല ഒരു മുസ്ലിം രാജ്യമല്ലല്ലോ. അവിടുത്തെ പ്രസിഡന്റ് മൊഡോറയെ ഒരു സുപ്രഭാതത്തിൽ പിടിച്ചുകൊണ്ടുപോയി അവിടുത്തെ എണ്ണ സമ്പാദ്യം മുഴുവനും കൈക്കലാക്കി. ഞങ്ങളാണ് ലോക പോലീസ് എന്ന് പറഞ്ഞ് ചമഞ്ഞിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, വെറുതെയല്ല മുസ്ലിം രാജ്യങ്ങളിലെ രാജാക്കന്മാർ അമേരിക്കക്കെതിരെ ഒരു വാക്കുമിണ്ടാത്തത്. അമേരിക്കക്കെതിരെ ഒരു വാക്കുമിണ്ടിയാൽ ലോക പോലീസ് എന്ന് പറയുന്ന ഈ മേലാളന്മാര് പിറ്റേ ദിവസം ഞങ്ങളുടെ രാജ്യത്തിറങ്ങി രാജ്യത്ത് മുഴുവനും ആന കരിമ്പിൻ കാട്ടിലിറങ്ങിയതുപോലെ നാടിനെ നശിപ്പിച്ച് കളയുമെന്ന ബോധമുള്ളത് കൊണ്ടാണ് മുസ്ലിം രാജ്യങ്ങളിലുള്ള അറബി നേതാക്കന്മാർ അമേരിക്കക്കെതിരെ ഒരു വാക്ക് സംസാരിക്കാത്തത്. സഹായിക്കാൻ ഒരാളുണ്ടാവില്ല. വെനിസ്വേല ആക്രമിച്ചപ്പോൾ ചൈന മിണ്ടിയോ? ചൈനയുടെ സുഹൃത്താണ് വെനിസ്വേല. ഒരു വാക്ക് ചൈന മിണ്ടിയോ? റഷ്യ സംസാരിച്ചോ? ആരാണ് ഇടപെട്ടത്? ആരും ഇടപെടുന്നില്ല. കാരണം അമേരിക്കയ്ക്ക് എന്തും ചെയ്യാമെന്നുള്ള ആ അധികാര ദുർവിനിയോഗം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം എന്തിന്റെ പ്രൊഡക്റ്റ് ആണ് എന്ന് ചോദിച്ചാൽ ഈ നാസ്തികതയുടെ പ്രൊഡക്റ്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നാസ്തികതയാണ് ഇതിലേക്കൊക്കെ നയിക്കുന്നത്. ട്രംപ് ആരാന്ന് ചോദിച്ചാൽ ട്രംപിന് എന്ത് മതം? ട്രംപിന് മതമുണ്ടോ? ട്രംപിന് ഏതെങ്കിലും ഒരു മതവുമായി ട്രംപിന് വല്ല ബന്ധമുണ്ടോ? നാസ്തികനാണ് ട്രംപ്. പ്രിയപ്പെട്ടവരെ, അപ്പോ ഇസ്ലാമിനെ ആക്രമിക്കാനല്ലാതെ ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകളാണെങ്കിലും എക്സ് മുസ്ലിമീങ്ങളാണെങ്കിലും നാസ്തികരാണെങ്കിലും ഇന്ത്യയുടെ പുറത്തും ഇസ്ലാമിനെ അറ്റാക്ക് ചെയ്യുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടി അവർ വളരുമ്പോ അവരെ പ്രതിരോധിക്കേണ്ട ബാധ്യത ഈ മുസ്ലിം ഉമ്മത്തിനുണ്ട്. നമ്മൾ ജാഗരൂകരാവണം, നമ്മൾ നന്നായി പഠിക്കണം, നമ്മൾ തയ്യാറാവണം.